നടുറോഡിലെ മേയറുമായുള്ള തർക്കത്തിൽ നിർണായകമായ മെമ്മറി കാർഡ് കാണാതായ കേസിൽ കെഎസ്ആർടിസി ഡ്രൈവർ യദുവിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമെന്ന് പോലീസ്. വീണ്ടും ബസ്സിൽ കയറിയതുമായി ബന്ധപ്പെട്ട മൊഴികളിലാണ് വൈരുദ്ധ്യം. കേസിൽ ചോദ്യം ചെയ്യുന്ന കണ്ടക്ടറെയും സ്റ്റേഷൻ മാസ്റ്ററെയും ഉടൻ വിട്ടയക്കും. ഇവരുടെ മൊഴികൾ തൃപ്തികരമെന്നും പോലീസ്. ഹരിമോഹൻ ചേരുന്നു. ഹരി, എന്താണ് ഈ ഡ്രൈവറുടെ മൊഴിയിൽ പോലീസ് തൃപ്തരല്ല എന്നാണോ? ധന്യ, അങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ഡ്രൈവറായിട്ടുള്ള യദുവിന്റെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് ഈ KSRTC തമ്പാനൂർ ഡിപ്പോയിലേക്ക് ഈ യദു ചെന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലുള്ള സംശയങ്ങളാണ്. അതായത് ഈ സംഭവത്തിന് പിറ്റേ ദിവസം ചെന്നു എന്നുള്ളതായിരുന്നു ആദ്യം ചെന്നില്ല എന്നുള്ള മൊഴി നൽകി, പിന്നീട് ചെന്നു എന്നുള്ളൊരു മൊഴി നൽകി, പിന്നീട് ആ തീയതികളിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായി. ഇത്തരത്തിൽ വിവിധ മൊഴികളാണ് യദു പലപ്പോഴായി പോലീസിന് നൽകിയത്. അതിൽ ഒരു വൈരുദ്ധ്യമുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ നിലപാട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കണ്ടക്ടറുടെയും സ്റ്റേഷൻ മാസ്റ്ററുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം യദുവിനെ കൂടി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ യദുവിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും സുബിന്റെയും ഒപ്പം ലാൽ സജീവൻ സ്റ്റേഷൻ മാസ്റ്ററുടെയും മൊഴികൾ വെച്ചുകൊണ്ട് യദുവിനെ വീണ്ടും ചോദ്യം ചെയ്യും. ആ മൊഴികൾ തമ്മിൽ പരസ്പരം പരിശോധിക്കും. ഇതിനകത്ത് യദു നൽകുന്ന മൊഴികളിൽ വീണ്ടും വൈരുദ്ധ്യം തോന്നിക്കഴിഞ്ഞാൽ അതൊരു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത പോലും പോലീസ് തള്ളുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും നിലവിൽ ഈ കണ്ടക്ടറുടെയും സ്റ്റേഷൻ മാസ്റ്ററുടെയും മൊഴികൾ തൽക്കാലം തൃപ്തികരമാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് പോലീസ് എത്തി നിൽക്കുന്നത്. ഈ കണ്ടക്ടറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് കൃത്യമായ പശ്ചാത്തലമുണ്ട്. അതായത് KSRTC തമ്പാനൂർ ഡിപ്പോയിൽ വെച്ച് ഈ CCTV ദൃശ്യങ്ങൾ, അതായത് CCTVയിലേക്ക് കണ്ടക്ടർ നോക്കുന്ന ഒരു ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ ഇത് താൻ വെറുതെ നോക്കിയതാണ് എന്നുള്ള മൊഴിയാണ് ഇദ്ദേഹം നൽകിയത്. താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞിരുന്നു. അത് ഏറെക്കുറെ വിശ്വസനീയമാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ യദുവിനെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു രണ്ടുപേരുടെയും ചോദ്യം ചെയ്യലുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവരെ ഇനി രാവിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു വന്നതായതുകൊണ്ട് ഇനിയിപ്പോൾ അവരെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും വിട്ടയക്കുക. പക്ഷെ അതേസമയം തന്നെ യദുവിന്റെ ചോദ്യം ചെയ്യൽ നീളാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ആ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, നന്ദി ഹരിമോഹൻ.